അമൽ അമൽ തുമ്പി അപ്പുറത്ത് വരാൻ ബോർഡ് ഇറങ്ങിക്കോ ഇറങ്ങി എല്ലാവർക്കും നിൽക്കാൻ പറ്റൂട്ടോ. എല്ലാവരും കാണണം. വളരെ കണ്ടിരിക്കാനും ഒരുപാട് ഇന്റർവെൽ കഴിഞ്ഞ് ഫുൾ കരച്ചിലാണ്. വെരി എൻജോയബിൾ വാച്ച്. എൻ്റെ ജെന്റിൽമാൻ 2 വരുമ്പോൾ ഞങ്ങളും വരും. അതുപോലെ വന്ന് ഞങ്ങൾ വരും. അതാണ് ജെന്റിൽമാൻ 2ലെ വിജയനാണ്. സൗണ്ട് കേൾക്കണ്ടേട്ടാ. അപ്പുറത്തായിരുന്നു നിന്ന് ആളുകളുടെ റിയാക്ഷൻ. സിദ്ധടുത്ത് ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ക്യാൻസലും അങ്ങനത്തെ ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരെയും ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. കാരണം നമുക്ക് അച്ഛനും മകനും അമ്മയും മകളും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയ സ്ഥാനം. ആ ബന്ധങ്ങളിലേക്ക് ഒരുപാട് ഉറപ്പിക്കുന്ന ഒരു സിനിമ. അങ്ങനെ എല്ലാവരും ഇമോഷണലി കണക്ട് ചെയ്യുന്ന നായകനാണ് രഞ്ജിത്ത്, നായികയാണ്. അത്ഭുതപ്പെടുത്ത പ്രകടനമാണ്. ഞാൻ കണ്ണു ധരിച്ചിരിക്കുകയാണ്. സ്വീകരിക്കുന്നത് തന്നെയാണ് നന്നായിട്ട് മലയാള സിനിമയ്ക്ക് മറ്റൊരു വേറൊരു മുഖം കാണിച്ചു തരുന്ന പുതിയ നായകൻ നായികൻ എല്ലാവരും. ഞാൻ മാത്രമാണ് പഴയത്. അതിന് തരംഗം പുതിയതാണ്. ഞാനും ഒരുപാട് പഴയവരാണ്. എന്തായാലും എല്ലാവരും ഇമോഷണൽ കാണിക്കാവുന്ന നല്ല അവിടെ പറയില്ല. അവിടെ പറയണമെങ്കിൽ നമുക്കറിയാം. അവിടെ അങ്ങനെ കരച്ചിലാണ്. വളരെ സന്തോഷം. ഞങ്ങളെ സന്തോഷം എല്ലാവരും പറയും. പ്രേക്ഷകരോട് പറയാനുള്ളത് പറയും. സിദ്ദിഖ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഈ പടം പോയി കാണണം. ഞങ്ങളെല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇയേഴ്സ് കൊടുത്തുണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. ക്യാപ്റ്റൻ എല്ലാം നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.
വർഷമായി സിനിമകൾ കുറേ സിനിമകൾ ചെയ്തു. ഒരു വലിയൊരു പ്രൊഫഷനോട് ചെയ്യാൻ പറ്റി. സാർക്ക് പടം ചെയ്തു തീർക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സിനോടാണ്. ജാസിം കരയുന്ന ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാട്ടിനെ പാടി എല്ലാവരും അന്ന് പോലീസിനെ ഇതൊക്കെ സിനിമ കാണുന്നവരല്ല പാവങ്ങളാ. പോരെ കുറെ കണ്ടാലേ ആ പടം പറ നിങ്ങൾ പറ പടത്തെ പറ്റി പറ. സംസാരിക്കണ്ടായിരുന്നു. പടം അടിപൊളി. ഇല്ല, ഭയങ്കര ഇമോഷണലാണ്. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഭയങ്കരമായിട്ട് പുതിയ ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. എല്ലാവരും പോയി പടം തിയേറ്ററിൽ പോയി കാണണം. അത് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്നൊരു പടമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. ബീച്ച് സൈഡിലെ കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാൻ. ഞാനും ഇമോഷണലാണ്. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് പടമാണ്. ഇവരുടെയൊക്കെ സനൂപ് ഞാൻ ഇതിനു മുമ്പ് ചെറിയ സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അബുവിനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയണം. എന്നെ മാത്രമല്ല അടിപൊളിയാണ്. ഇഷ്ടമാണ്. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. സീരിയസ്ലി പറഞ്ഞാൽ 7 സ്റ്റേജസ് ആലപ്പുഴയിൽ കാണാത്ത ലൈഫ് സ്റ്റൈലുണ്ട്. അത് കാണിക്കുന്ന ഒരു മൂവി. 7 സ്റ്റേജസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതെ. മാത്രമല്ല ചെറിയൊരു പാട്ടും ചെയ്തിട്ടുണ്ട് ഇതിൽ. സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും 12-ാം തീയതി തിയേറ്ററിൽ പോയി എല്ലാവരും കാണാൻ ഫീഡ്ബാക്ക്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആക്ഷൻ സീക്വൻസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത്. ഇല്ല, ഒരു അതെ ശിവചേട്ടാ താങ്ക് യു. എല്ലാവരും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ആരെങ്കിലും പുതിയ അവരുടെയൊക്കെ മാക്സിമം ഫ്രഷ്നെസ് അവരുടെയൊക്കെ സപ്പോർട്ടും എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് വേണം. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ക്യാമറയ്ക്ക് നിന്ന ആളാണ്, എനിക്ക് സപ്പോർട്ട് കൊടുക്കണ്ട. പക്ഷെ അതിലൂടെ തന്നെ ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അടി ഇടി അല്ലെങ്കിൽ റൊമാൻസ്. പക്ഷെ അതിനുപരി ക്യാരക്ടേഴ്സ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അതെനിക്ക് ഉറപ്പിക്കാം. പ്ലീസ് സപ്പോർട്ടേഴ്സ് ആൻഡ് താങ്ക് യു എവരിവൺ. താങ്ക് യു. ഇപ്പോൾ മൈക്കിന് ശേഷം ചെയ്യുന്ന സിനിമയല്ലേ, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പെർഫോം ചെയ്യാനുള്ള പോലെ തോന്നി സിനിമ കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ശരിക്കും എന്നെ ഒരു ആക്ടറിൻ്റെ നിലയിൽ ഞാൻ ഒരുപാട് ഇവോൾവ് ആയി. ഓൾ താങ്ക്സ് നമ്മുടെ സാജി അടിയാം. പുള്ളിയെ ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തത് ശരിക്കും എൻ്റെ ഒരു ആർട്ടിസ്റ്റിന് പുള്ളിയെ ഏറ്റവും എക്സ്പ്ലോർ ചെയ്തെടുത്തു. സോ ഐ ഗിവ് ഹിം എവറിത്തിങ്. ഐ താങ്ക് ഹിം സോ മച്ച്. സോ താങ്ക് യു സോ മച്ച് എവരിബഡി. അല്ല ശരിക്കും ഇതൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇമോഷൻസ് പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന ഒരു ആക്ടിവിറ്റി. പക്ഷേ താങ്ക്ഫുള്ളി നമ്മുടെ മൊത്തം കാസ്റ്റിംഗ് ക്രൂ ഞങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആക്കി എൻവൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗോളുണ്ടായിരുന്നു, ഈ പടം ഏറ്റവും ബെസ്റ്റ് ആക്കി നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി. അത് മനസ്സിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ഞാനൊരു ഡാൻസറാണ്. സോ ഞാൻ നമ്മളൊരു ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്യുമ്പോൾ അത് യൂഷ്വലി ഒരു റിതമുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഡാൻസറായതുകൊണ്ട് എന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു, ഗുണം ചെയ്തു. പക്ഷേ സ്റ്റണ്ടും ഫൈറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണും ഒരുപാട് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാരണം ഒരുപാട് കുടുംബങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഫഷനാണ് താങ്കളുടെ. ഈ സിനിമയിൽ ഒരുപാട് കുടുംബങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മലയാള സിനിമയിലെ മറ്റൊരു ബാദ്ഷാ പോലെ ഒരു മലയാള സിനിമയിൽ മറ്റൊരു ബാദ്ഷാ എന്ന് തന്നെ പറയാനോ? അങ്ങനൊന്നുമില്ല. നമ്മൾ ഇതിനെ പുതുമുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്ന ആളാണ്. ആ കഥയ്ക്ക് ഈ കഥയ്ക്ക് നമുക്ക് അത്രയും നമ്പർ ഓഫ് ഡേയ്സ് വേണം, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമാണ്. ഒരു ഫ്രഷ് കാസ്റ്റ് ആണെങ്കിൽ നന്നാവും എന്ന് എനിക്ക് തോന്നി. സാധ്യതത്തിന് മുമ്പ് 5 വർഷമായിട്ട് കൊണ്ടു നടന്ന പ്രോജക്റ്റാണ്. പല കാസ്റ്റ് മാറി വന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഇത് പുതുമുകളെ വെച്ച് ചെയ്താൽ കൂടുതൽ ബെറ്ററാവും. അത് ബെറ്ററായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതിന് ജസ്റ്റിസ് ചെയ്യാൻ പറ്റി എന്ന് ഇനി ഓഡിയൻസാണ് പറയേണ്ടത്. നമ്മളാൽ കഴിയുന്ന വിധം നമ്മളത് ബെസ്റ്റാക്കിയത്. ഒരു സമയത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റായിരുന്നു. അപ്പോൾ താങ്കൾ വന്നതിന് ശേഷം അല്ല, ആ സമയത്തൊന്നും ഞാനില്ല. ഞാനത് കൊണ്ടുവരുമ്പോൾ എനിക്കത് ഫ്രഷ് പ്രോജക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കേൾക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടാണ് കേൾക്കുന്നത്. ആ രീതിയിലാണ് കൺസീവ് ചെയ്യുന്നത്. ആ സമയത്ത് അത് ഞാൻ ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ്. ഇത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ 20 സോങ്ങുകളുണ്ട്. അത് എൻഗേജിങ് ആയിട്ട് തന്നെ പക്ഷേ അത്ര ആസ്വദിച്ചറിയില്ല. അതാണ് അതെ, എൻ്റെ അത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ലാഗില്ലാതെ 20 സോങ്ങിനെ ഉൾക്കൊള്ളിച്ച് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് സാജി തന്നെ കൺവിൻസ് ചെയ്തു അതിങ്ങനെ ആയിരിക്കും പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പം അത് ലാഗില്ലാതെ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗാണ് പൊതുവേ കിട്ടിയിട്ടുള്ളത്. ഇനി റിലീസാകുമ്പോൾ ബാക്കിയുള്ള ഓഡിയൻസിൽ നിന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സിദ്ദിഖയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഇടയ്ക്ക്. സിദ്ദിഖയുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സിദ്ദിഖ സൂഫിയും സുജാതയും എന്ന് പറയുന്ന സിനിമയിൽ വേറൊരു തലത്തിലുള്ള പെർഫോമൻസ് തന്നിട്ടുള്ളതാണ്. അത് നായികയുടെ അച്ഛനായിരുന്നു, ഇതിപ്പോൾ നായകൻ്റെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് റോൾ കൊടുത്താലും പുള്ളി അത് ഔട്ട്സ്റ്റാൻഡിങ് ആക്കി തരും. അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ട് എലിവേറ്റ് ചെയ്ത് തരുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് എ മോസ്റ്റ് ട്രസ്റ്റഡ് ആക്ടർ മലയാളം മാസിനാണ്. വലിയൊരു വിജയം ആവട്ടെ, പ്രാർത്ഥിക്കാം. താങ്ക് യു. പടത്തിൻ്റെ നല്ല ഈ ഒരു സിനിമ പുതിയ തലമുറയിലേക്ക് വെക്കുന്ന ഒരു ഇപ്പോഴത്തെ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സിനിമ നാളെ ഓസ്കർ റിലീസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ടൈറ്റ് മാച്ച് ആയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് അങ്ങനെ രണ്ടും ഓസ്കർ പോലെ രണ്ട് കാറ്റഗറി സിനിമയാണ്. അപ്പോൾ ഇത് ഫുൾ നമ്മളെ കുറേ പുതിയ ആൾക്കാരാണ്. പിന്നെ ഇത് ഈ പടം കുറച്ചൊരു ഇമോഷണൽ ട്രാക്കാണ് ഇപ്പോൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള പോലെ ഇരിക്കും. അപ്പോൾ എനിക്കിവിടെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് കണക്റ്റ് ആയെന്ന് തോന്നുന്നു. കണ്ടിട്ട് എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടിട്ട് വർക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ബാക്കി നമുക്ക് ആദ്യത്തെ സിനിമയില്ല. അപ്പോൾ എന്താണ് കറക്റ്റ് പറയണം ചെയ്യാൻ അല്ലേ പാടാൻ. അതെ, ഇത് സ്ക്രിപ്റ്റ് എല്ലാം നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എങ്ങനെ ഇത് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിന് ബാക്കിയുള്ളവർക്ക് ചോദിക്കുന്നതായിരിക്കുമല്ലേ. അപ്പോൾ കറക്റ്റ് ഇത് കിട്ടും. എന്നാലും കുറച്ച് ആൾക്കാർ പറഞ്ഞു, കുറച്ച് ആൾക്കാർ കരഞ്ഞ വിഷമം കാണും. കണ്ടൊക്കെ തന്നിരിക്കുന്നത് സന്തോഷമായി. പിന്നെ സിദ്ദീഖ് രഞ്ജിത്തിൻ്റെ അവരുടെ കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ഓർക്കാനുണ്ട്. ബാക്കി നിങ്ങൾ
ഇതിനു മുമ്പ് ഏറെ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി ആദ്യമായിട്ട് കിട്ടുകയാണ്. കിട്ടിയത് ഒരു വലിയ എൻട്രി തന്നെയാണ്. നിങ്ങൾക്ക് പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു 2 പേരുടെ പ്രണയമാണ് ഇതിൻ്റെ ബേസ് കോറെങ്കിലും നമ്മളൊക്കെ അതിൻ്റെ കൽബെന്ന് പറയുമ്പോൾ ഒരു പ്രണയം മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതെന്ന് പറയുന്നുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ഒരു വലിയൊരു കണക്ഷൻ നിങ്ങൾക്ക് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ മനസ്സിലേക്കാണ്. അപ്പോൾ അത്രത്തോളം അത്രയും ഒരു ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിൽ സാധിക്ക ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി അതിന് ഞാൻ ദൈവത്തോട് സാധിക്കോട് മാത്രമാണ് നന്ദി പറയുന്നത്. ഒരുപാട് സന്തോഷത്തോടാണ് നിൽക്കുന്നത്. കണ്ടിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാനും ഭയങ്കര എന്താ പറയുക കണ്ണൊക്കെ നിറഞ്ഞാണ് കാരണം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് കണ്ടിട്ടുള്ളൂ. ഈ സ്ക്രിപ്റ്റ് അറിയാമെങ്കിൽ പോലും ആ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് കണക്ട് ആയത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സീൻസ് നമുക്ക് നേരത്തെ അറിയാമല്ലോ. നമ്മളത് റിഹേഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലൈൻസൊക്കെ പഠിച്ചിട്ടോ പിന്നെ അവിടെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് അത് ആ മ്യൂസിക്കൊക്കെ ചേർന്ന് കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ലൈഫിലെല്ലാം കൂടെ ആളുമ്പോൾ മനസ്സിലായി ആ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ഡുവാലിറ്റി ഉള്ള ഒരു ഉറപ്പായിട്ടും പുള്ളി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളിനെ ചാർജ് ചെയ്യുന്നവർ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പുള്ളിയുടെ സാഹചര്യം ആ സമയത്ത് എനിക്ക് പറഞ്ഞത് വലിയ ആളുകളാണ് നമ്മളെ വളർത്തുന്നത്. അതല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ പേരായിട്ട് നിൽക്കാനായിട്ട് പുള്ളിക്കാർക്ക് വില്ലിങ് ആയത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് നമ്മൾ ടീം വർക്കാണ്. ഒരാളുടെ പ്രോഗ്രാം അല്ല. നമ്മളെല്ലാം ഇങ്ങനെ ചോദിച്ചത് എനിക്ക് അങ്ങനെ പറയാനില്ല. നമ്മളതിൻ്റെ ചെറിയൊരു പരിപാടിയിലാണ് ഒരാ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ സംവിധായകൻ വളരെ നല്ല കറക്റ്റായിട്ട് ഏത് ആളുകളെ ഒരുമിച്ചിരുത്തി കുടുംബസഹിതം കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അതിൽ മറ്റു ഉള്ള വൈകൃതങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഇന്നത്തെ തലമുറയ്ക്കും മുൻ തലമുറയ്ക്കും ഇരുന്ന് കാണേണ്ടൊരു ഫലം. ഇതിനു മുമ്പ് പഴയകാല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫിലിം ഈ അടുത്ത കാലത്ത് വളരെയധികം കൽബ് അത്ര ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇതൊരു നല്ലൊരു വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇഷ്ടപ്പെടാനുള്ള കാരണം നല്ല തീമാണ്. രസമാണ് കാണാൻ. നല്ല പ്രേമകഥ, വെറൈറ്റി ഫിലിമാണ്. എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞു ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ടല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യാനോ ടച്ച് ചെയ്യാനോ റിയൽ സ്റ്റോറി. നല്ല പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പോളി സിനിമ ഒരു രക്ഷയില്ല കേട്ടാ. സൂപ്പർ പടം. എടാ പൊളിപ്പടം ഒരു രക്ഷയില്ല. അടിപൊളി. സൂപ്പർ, കൊള്ളാം, നന്നായിട്ടുണ്ട്, കൊള്ളാം, പ്രണയമൊക്കെ ഇഷ്ടമായോ? എനിക്ക് പ്രണയിക്കാൻ പ്രായമായിട്ടില്ല. പ്രായമുണ്ടോ പ്രണയിക്കാൻ? ജീവിക്കണം. ഇമോഷൻസ് എങ്ങനെയുണ്ട്? നോട്ടം പൊള്ളിയല്ലേ കഥാകൃത്തിട്ടുണ്ട്. നന്നായിട്ട് അവരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു. പിന്നെ പാട്ട് കെട്ടണം ഭയങ്കര വിഷ്വൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം നിയമം അനുസരിച്ച് മറവ് ചെയ്യുന്നതൊക്കെ അത്ര ക്ലാരിറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പ്രൊഫഷണലായിട്ട് കാണിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഫീലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് മറ്റേ റൊമാൻറ്റിക് സാധനം, കുറച്ച് ഫാൻറ്റസി ഒക്കെയാണ് ഫസ്റ്റ് ഹാഫ്. എന്നാലും ബോറടിക്കാണ്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിലിരുന്ന് മൂഡിലിരുന്ന് കാണാനുള്ള ഒരു ഫീല് വരും. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, തീർച്ചയായിട്ടും പടം കാണാം. നല്ല ഒരു 2 പ്രാവശ്യം കാണാൻ പറ്റിയ പടം സത്യം പറഞ്ഞു. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ട്വിസ്റ്റുകളില്ലാത്ത ഒരു പടം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് സാജിദ് ദഹിയ തെളിയിച്ചിരിക്കുകയാണ്. കാരണം വളരെ മനോഹരമായിട്ട് അവസാനിപ്പിച്ചു. നേർരേഖയിൽ പോയ ഒരു ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടറാണ്. എങ്ങനെ
അല്ല പൊതുവെ കിട്ടിയ അഭിപ്രായം ആദ്യമായിട്ടാണ് ശീലം